ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് എവ്രി വൺ. ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ. ഉറക്കം എഴുന്നേറ്റ് എന്നെയും കൊണ്ട് ചേട്ടൻ എങ്ങോട്ടോ പോകാൻ പോകുന്നത്, എവിടെ പോകാൻ പോകുന്നത് അവരെ കാണിക്കാം. ഹായ് ഗായ്സ്, സോ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി മോർണിംഗ് വ്ലോഗ് ആയത്. വി ആർ പ്ലാനിങ്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് കീ കൊടുക്കാൻ മറന്നുപോയി. അതെ, നമുക്ക് അവിടെ സേഫ്റ്റി ലോക്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ കീ നമ്മൾ കൊടുക്കണം നമ്മൾ തിരിച്ച് വരുമ്പോൾ. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പോകണം. ഇന്ന് വേറൊരു ഹൗസാണ് പോകുന്നത്. സോ നമ്മൾ ആദ്യം അത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് അപ്പം നോക്കാം. വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്ത് ഇടണം നമ്മളെപ്പോഴും. യെസ്, ഇവിടെ ഇന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല, മൈറ്റ് ബി അറൗണ്ട് ലൈക്ക് -27-20. What is the weather today? Oh, -11 ആണ് ഇപ്പോൾ. ബട്ട് മൈറ്റ് ബി ഫീൽസ് ലൈക്ക് -19. അതെ, ഇതാണ് ഞങ്ങളുടെ ഗരാജിലോട്ട് പോകുന്നത്. ഗരാജല്ല, നിങ്ങൾ ആസ് യൂഷ്വൽ 1000 തവണ കണ്ടിട്ടുള്ള ഗരാജ് ഡോർ. അതെ, അപ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ വണ്ടി ഉള്ളത്. സാൻഡ്രയുടെ വണ്ടി ഇതാണ് നമ്മുടെ സാൻഡ്രയുടെ വണ്ടി. ദിസ് ഈസ് എ ഹ്യുണ്ടായി കോണ എൻലൈൻ. അതെ, ഇത് നമ്മുടെ വണ്ടി. അമീൻ മോൻ ഇല്ല, അതുകൊണ്ട് അമീൻ മോന്റെ വണ്ടി അവിടെ ഇല്ല. അപ്പൊ നമുക്ക് പോട്ടെ, അകത്തോട്ട് കയറട്ടെ. ഇതാണ് നമ്മുടെ ഡ്രൈവേ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ തന്നെ ഉള്ള കാഴ്ച. നടുക്ക് കൂട്ടിയിട്ടേക്കുന്നത് മഞ്ഞ് കൊണ്ട് ഒരു മതില് കെട്ടിയിട്ടേക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. ഇതിനകത്തോട്ട് കണ്ടോ, വെളിയിൽ ഫുള്ള് മഞ്ഞ കൂട്ടിയിട്ടേക്കുവാണ്. അപ്പൊ ഇപ്പൊ അവര് ഇന്നലെ ഇത് റോഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്ലീൻ ചെയ്ത റോഡ്. ഈ ബാക്കി മഞ്ഞൊന്നും ഇളകി പോവില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ കിടക്കുന്നത്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ റജൈനയുടെ അവസ്ഥ. ഇവിടെ മാത്രമല്ല, കാനഡ ഒട്ടുമുക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ വിന്റർ ടൈമില്. എനിക്ക് ഈ മഞ്ഞ് ഇങ്ങനെ കൂടിക്കിടന്ന് ഇങ്ങനെ ഈ ചെളി ആകും. എന്റെ അമ്മ, ഈ സാധനം അല്ലേ? അതാണ് ആക്ച്വലി ഭയങ്കര ഹാർഡ്. അതല്ല, ഏറ്റവും ഹാർഡ് ബ്ലാക്ക് ഐസ് വരുമ്പോഴാണ്. റോഡിൽ നമ്മുടെ മൊസൈക്ക് ഒക്കെ പോലെ ഇങ്ങനെ തെന്നി കിടക്കും. വണ്ടി ഓടണ്ട, വണ്ടി ഇട്ടാൽ വണ്ടി ചറുകിപ്പോവും. വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ വേണ്ടി മാത്രം മതി. അതുമല്ല, നമ്മൾ ഇവിടെ ചില സ്ട്രീറ്റ്സിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവേ കൊണ്ട് വണ്ടി ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും വണ്ടി നിൽക്കില്ല. കഴിഞ്ഞ തവണ ഞാൻ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും വണ്ടി അങ്ങ് പോവുക, ചറുകി അങ്ങ്. ഞാൻ പോയിട്ട് ഇതിപ്പോ നമ്മള് പിന്നെയും സ്നോ ആണിത്, പക്ഷെ ഇതൊരു ഐസ് ആവുന്ന സംഭവമുണ്ട്, ബ്ലാക്ക് ഐസ് ആവുന്നത്. എന്റെ അമ്മ, അപ്പോഴാണ് വണ്ടി നമ്മുടെ കയ്യിലൊന്നും നിൽക്കാണ്ട് അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് അങ്ങ് പൊക്കോണ്ടേയിരിക്കും. നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല വണ്ടി. അപ്പോ നമ്മൾ അതുകൊണ്ട് ഇവിടെ വിന്റർ ടയേഴ്സ് ഒക്കെ ഇട്ടാണ് ഓടിക്കാറ്. ഇപ്പോ വിന്റർ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് വിന്റർ ടയേഴ്സ് ഇട്ടാൽ തന്നെ നിക്കാറില്ല ചില സമയത്ത്. ഈ വണ്ടിയൊക്കെ കണ്ടോ, ഇവിടെ പിന്നെ മിക്കവർക്കും ട്രക്കാണുള്ളത്. അത് കണ്ടോ, അതുപോലത്തെ വലിയ വലിയ വണ്ടികളാണുള്ളത്. നമ്മൾക്ക് ഇവിടെ SUV ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിട്ട് തന്നെ ചിലപ്പോഴൊക്കെ തെന്നാറുണ്ട്. ഓ സത്യം കേട്ടോ, ഞാൻ സമ്മതിച്ചു കൊടുക്കണം. ഈ പുള്ളിയാണ് കാണിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ അപ്പൊ നമ്മളെങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ ഞാനും സാൻഡ്രയും മറ്റേ റെസ്റ്റോറന്റിൽ പോവാൻ നേരത്ത് ഒരു കിടിലം ഇടി. രണ്ട് ഇങ്ങനെ വണ്ടിയിലോ? വണ്ടി ഞാൻ വിചാരിച്ച അല്ലാത്തിടിയായിരുന്നു. ഒരു കിടിൽ ഇടിയെ കണ്ട് എത്ര വർഷമാകുന്നു. അത് നമുക്ക് കാനഡയിൽ കാണാൻ പറ്റില്ലല്ലോ. നല്ല പിള്ളേർ. അതെ, അപ്പൊ നമ്മള് ഇന്നലെ ഞാനും സാൻഡ്രയും വരാൻ നേരത്ത് ഈ മഞ്ഞുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്സും സംഭവിക്കാറ് കാനഡയില്. കാരണം വണ്ടി നമ്മൾ പിടിച്ചാൽ കിട്ടണമല്ലോ, ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് ഞങ്ങൾ ആദ്യം കീ കൊണ്ട് കൊടുക്കണം. ആ കീ ഞാൻ കാണിച്ചു തരാം. കീക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ കീ ചെയിൻ എന്ന് പറയുന്നത് ഈ പിള്ളേര് തന്നെ, ഇവര് ബീഡ്സ് ത്രെഡും ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോ ഈ കുട്ടി പിള്ളേര് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ സംഭവമൊക്കെ. അപ്പൊ അതെ, ഈ കിഡ്സിന് ഇത് കുറെ ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല, കാരണം ഞങ്ങളുടെ ജോലിയുടെ പ്രൈവസി സംഭവം കൂടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി പറയാനും പറ്റില്ല. അപ്പോ ഇവര് ഇതുപോലെ കീ ചെയിൻസ്, വലിയ മാല, അപ്പൊ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കും ഈ കുട്ടി പിള്ളേരൊക്കെ. അപ്പോ എന്റെ റജൈന കാഴ്ചകൾ നിങ്ങൾ കണ്ടുമടുത്തെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കീ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇനി വീഡിയോ എടുക്കാം, അല്ലേ?
അതെ, ഇവിടെ ട്രക്കിനെ പുൾ ഓവർ ചെയ്തു. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ കണ്ട ഒരു കാഴ്ചയാണ് അത്, ട്രക്കിനെ പുൾ ഓവർ ചെയ്തത്. ട്രക്കിനൊക്കെ എന്തിനായിരിക്കും പുൾ ഓവർ ചെയ്യുന്നല്ലേ? ഓവർ സ്പീഡിംഗ് ആയിരുന്നു. ചിലപ്പോ ട്രക്കിന്റെ റൂട്ട് ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെയും പുൾ ഓവർ ചെയ്യും. പുൾ ഓവർ ചെയ്യാൻ കാരണമൊന്നും വേണ്ടല്ലോ, വരിക പുൾ ഓവർ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവര് നോക്കുക. എന്താ ഈ പരിചയമുള്ളത് പോലെയൊക്കെ സംസാരിക്കുന്നത്? യെസ്, അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ആ പുൾ ഓവർ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു കാണിച്ചു തരാന്ന്, അതുകൊണ്ട് വന്നത്. അപ്പൊ നമ്മള് പിന്നെയും പോയിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പോ കീ കൊണ്ട് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് എബിയുടെ ജോലി സ്ഥലം, ഷാലറ്റ് സ്കൂൾ. നമുക്കിതങ്ങനെ ഒരുപാട് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രൈവസി ഇഷ്യൂസ് ആണ്. അത് നമുക്ക് ജോലിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം കൂടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് നിങ്ങളെ കാണിക്കുന്നില്ല. ഫ്രണ്ടിലോട്ട് പിന്നെ പറമ്പായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കുറച്ചൊരു ഔട്ടർ ഓഫ് റജൈനയിലാണ്. അതെ, 20 minutes far from downtown. Yes, downtown in 20 minutes. സംഭവം നമ്മുടെ സ്ഥലം ഭയങ്കര കുഞ്ഞതാണല്ലോ, അപ്പൊ അതിൽ നിന്ന് ഔട്ടർ എന്ന് പറയുമ്പോ ഔട്ടർ. ഓക്കെ, സോ അതാണ്. അപ്പൊ ഇനി എന്താ നമ്മുടെ പരിപാടി? നമ്മൾ നേരം പെരപെരാന്ന് പലർന്ന് നമുക്ക് ഇനി അതെല്ലാം ഞണ്ണണ്ടേ? അതെ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മള് ഒരു 2 ദിവസം കൂടിയേ കാനഡയിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത് കാരണം നമ്മുടെ ഗ്രോസറി ഫുൾ നമ്മൾ വാഷ് ഔട്ട് ചെയ്യാലാണ് നമ്മുടെ മെയിൻ പരിപാടി. അത് കാരണം നമ്മുടെ ഫ്രിഡ്ജിനകത്തൊന്നും ഒരു വകയില്ല കഴിക്കാൻ. അപ്പൊ നമ്മൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് പാവങ്ങളുടെ ചായക്കടയായ അവിടെയാണോ പോകുന്നത്? ഡിമോട്ടൻസിലാ പോകുന്നത്. എന്തായാലും നമ്മൾ കഴിക്കുന്ന പാറു. ഓക്കെ, അപ്പൊ നമ്മള് നല്ല ദോശ കഴിക്കാൻ പോവാണ്. ഞാൻ വിചാരിക്കുമല്ലോ, അതെ, ഞാൻ വിചാരിച്ചത് ഇനിയിപ്പൊ രാവിലെ ആ ഡബിളും ടിമ്മിലെ റാപ്പും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അവൻ അവിടെ ടിമ്മിലും വർക്ക് ചെയ്യുന്നുണ്ട്. അമീൻ ആണോ? അപ്പൊ ഇന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കൃഷ്ണ ദോശാഗ്രിലെ ഫുഡ് കഴിക്കാൻ പോവാം. കഴിക്കാൻ പോകുന്നിടത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അതൊരു തമിഴ് റെസ്റ്റോറന്റ് ആണ്. അയ്യോ, നല്ല മണമാ. അതിനകത്ത് കയറുമ്പോ അവിടെ ഒരു സാമ്പ്രാണി തീരിന്റെ മണമുണ്ട്. നമ്മൾ ഈ അരുൾ ജ്യോതി ഒക്കെ കഴിക്കാൻ ആ ഒരു ഫ്ലേവറും ആ ഒരു ആംബിയൻസ് അവിടെ ലുക്ക് അങ്ങനെ ലുക്ക് വൈസ് അത്രയും ഇല്ലെങ്കിലും പക്ഷെ ആ ഒരു ഫീൽ ഗുഡ് മൊമെന്റ്സ് എനിക്ക് തരും അതിനകത്ത് കയറി കഴിക്കാൻ. അവിടെ നല്ല ഫിൽറ്റർ കോഫി. ഞാൻ ഇതിന് ഒരുപാട് പറയുന്നത്, നമുക്ക് എന്തായാലും അവിടെ പോയി കാണാം ഇനി. ഓക്കെ, നമ്മൾ നമ്മുടെ ഇത് മാറ്റി നമ്മൾ ടിം ഹോട്ടൽസിൽ വന്നു, കാരണം എബിക്ക് ജോലിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട്. അപ്പം നമ്മൾ പിന്നെയും ടിമ്മിൽ നിന്ന് തന്നെ എന്തെങ്കിലും കഴിക്കണം. അപ്പം നമ്മൾ ബേഗൽ ബെൽറ്റ് ആണ് വാങ്ങിച്ചത്, ഓൺ എവറിത്തിങ് ബേഗൽ. സോറി ഗൈസ്, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ വീക്ക് മൊത്തം പട്ടിപ്പണിയാണ്. അതെ, നമ്മൾ ട്രിപ്പ് പോകുന്നത് കൊണ്ട് ഫുൾ പണിയെടുപ്പാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ ചായക്കട. ഇവിടെ കുറെ പലഹാര സാധനങ്ങൾ വയ്ക്കും. എനിക്കിതൊക്കെ ഉഴുന്ന് വട, പരിപ്പ് വട, വാഴയ്ക്കാപ്പം ഒക്കെ ആയിട്ട് കാണണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടുത്തെ പലഹാരങ്ങളാണ്. ഫുൾ ഡോണറ്റ്സ്, ടിംബിറ്റ്സ് ഒക്കെ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഉഴുന്ന് വട, പരിപ്പ് വടയാണെന്ന് കരുതി റാപ്പ് കഴിക്കണമല്ലോ ഇനി ഓർക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെ പോയി ചോദിച്ച് വാങ്ങിച്ചിട്ട് വന്ന സാധനം എന്നെ അമീൻ മോനാണ് ഇതെന്നെ നശിപ്പിച്ചത്, എന്നെ ഇത് തന്ന് നശിപ്പിച്ചത്. സോ ഇത് കണ്ടോ, ഇത് റിവ്യൂ കോഡ് കിട്ടും. അപ്പം നമ്മൾ ഒരു 1 minute ഈ റിവ്യൂവിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. അപ്പം നമുക്കൊരു ഫ്രഞ്ച് വാനിലയോ ഹോട്ട് ചോക്ലേറ്റോ $1 കിട്ടും. സോ യൂഷ്വലി ഫ്രഞ്ച് വാനില അറൌണ്ട് like $4 എന്ന് തോന്നുന്നു. So you will get a drink, extra large drink with $1. Yeah, but you need to put all your review part. You need to go through that. Okay. നമ്മൾ ആ വഴിയെല്ലാം സഞ്ചരിക്കണം. എനിക്ക് ഭയങ്കര ചീത്ത പേരാ ഗൈസ്. ഇപ്പോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വളവളാന്ന് ഇവരുടെ ഈ ഭാഷ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ തനി തിരുവനന്തപുരം ആവും. പിള്ളേ മതി. വാ ചേച്ചി എടുക്കി ചേച്ചി കടിക്കാൻ പറഞ്ഞില്ലേ നമ്മള്? കടിയൊന്നും. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞേക്കുന്നത് ബേഗൽ ബെൽറ്റ് ആണ്, ഓൺ എവറിത്തിങ് ബേഗൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ? അതാണ് മൊട്ട പപ്സ്.
അതെ എബി ചേട്ടൻ അതിനെ മുട്ട പപ്സ് ശരിക്കും മുട്ട പപ്സിന്റെ ടേസ്റ്റാ. എബി അത് സോസേജ് മതി എന്ന് പറഞ്ഞു. ഞാനും പാറുവും മുമ്പ് കാറ്റ്ലൻഡിൽ ജോലി കൊണ്ടിരുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോ എപ്പോഴും ടിമ്മ് വാങ്ങിച്ച് കഴിച്ചിട്ട് പോവാറ്. അങ്ങനെ ചെലവ് കൂടിയപ്പോ ഞാൻ പാറുവിന്റെ അടുത്ത് പറഞ്ഞു, നീ കാറ്റ്ലൻഡ് ജോലി ചെയ്യേണ്ട വീട്ടിൽ ഇരുന്നു. എടാ അതുകൊണ്ടല്ല, എനിക്കാണെങ്കിൽ എനിക്ക് ആ സമയത്ത് എൻ്റെ സെമസ്റ്റർ ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ജോലി എടുക്കാൻ പോയത്. എൻ്റെ സെമസ്റ്റർ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ജോലി നിർത്തി അല്ലേ? അതെ അതെ. യെസ്. സോ എനിക്ക് ദോശ തരാമെന്ന് ആശിപ്പിച്ച് ടിം ഹോട്ടൻസിലെ ബേഗിൾ ബെൽറ്റ് വാങ്ങിച്ചു തരുന്ന മുട്ട പപ്സും കിട്ടി, മീറ്റ് റോളും കിട്ടി. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഐസാണ്, മഞ്ഞല്ല. നമ്മൾ അങ്ങ് തെന്നി വാരി പോകും, അവിടെ ഒക്കെ ഐസായിട്ട്. കണ്ടോ, മൊസൈക്കിനെക്കാളും തിളക്കുവാ എന്റെ തറകൾക്ക് കാനഡയിലെ. പക്ഷെ അത് ഐസാണ് ഗൈസ്. മാർബിളിന് പോലും ഇത്ര തിളക്കം ഉണ്ടാവൂല. നിങ്ങൾക്ക് നാട്ടില് പോളിഷ് ചെയ്യണം കാറ്റ് കൊടുത്ത്. ഇവിടെ വേണ്ട, നമുക്ക് നേച്ചർ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അതെ. അപ്പൊ നമ്മൾ എന്തായാലും ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോവാൻ പോവാണ്. അയ്യോ, ഞാനിപ്പോഴാണ് എൻ്റെ കോലം ശരിക്കൊന്ന് കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണീറ്റ് പോയതാണ്, മുഖം പോലും കഴുകാതെ. അതെ, അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ പോയി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അതെ ഫ്രം ടിം ഹോട്ടൻസ് ആണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ വീഡിയോ? വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.